ഇല്ല അമ്മേ. എന്റെ ഫ്രണ്ട് സിറ്റിയിൽ ഒരു പബ്ബ് തുടങ്ങുന്നുണ്ടായിരുന്നു. ഞാൻ അവിടെ ഒന്ന് കാണാനും എങ്ങനെയുണ്ടെന്ന് നോക്കാനും ജസ്റ്റ് ഒന്ന് പോയതേ ഉള്ളൂ. ഉള്ളത് പറയാലോ അമ്മേ, ബോംബെയിലെ പബ്ബുകളുടെ 7 അയലത്ത് വരില്ല ഇവിടുത്തെ ഒരു സെറ്റപ്പ്. കൊള്ളാം. അതാണല്ലോ ഇപ്പൊ ഇവിടുത്തെ പ്രശ്നം. ഇവിടെ ഇനി എന്ത് പ്രശ്നം അമ്മേ? ചത്തില്ലെങ്കിലും അവൻ കിടപ്പിലല്ലേ. അവന്റെ ശല്യം ഇനി ഈ വീട്ടിലുണ്ടാവില്ല, കുറച്ച് നാളത്തേക്കെങ്കിലും. അമ്മാവൻ ഇത്തവണ ഇലക്ഷനിൽ തോറ്റ് ഇനി ഒരിക്കലും രാഷ്ട്രീയത്തിൽ ഇറങ്ങാത്ത രീതിയിലൊരു പണി അമ്മാവനിട്ട് കൊടുക്കാൻ ഞാൻ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അങ്ങോട്ട് ഇവിടുത്തെ കൺട്രോൾ മുഴുവനും അമ്മയുടെ ഈ മകന്റെ കയ്യിലായിരിക്കും. ഞാനിവിടെ ഒരു കലക്ക് കലക്കും. അമ്മ കണ്ടോ, അവരെ നേരത്തെ ഒരു ആക്സിഡന്റ് ക്രിയേറ്റ് ചെയ്ത് കിടത്തേണ്ടതായിരുന്നു. കുറച്ച് ലേറ്റായി പോയി. ഇനി അടുത്തത് അമ്മാവൻ, അത് കഴിഞ്ഞാൽ അവള്, എന്റെ മുറപ്പെണ്ണ് ഋതിക. അവളെ ഞാൻ എന്റെ ഭാര്യയാക്കുന്നതോടെ പിന്നെ ഞാനായിരിക്കും ഇവിടത്തെ രാജാവ്, ഈ നാടിന്റെ രാജാവ്, മിനിസ്റ്റർ ദീപക് വർമ്മ. പറയുമ്പോ തന്നെ എന്തൊരു പവർ അല്ലേ അമ്മേ? സ്വയമേ മതി മറന്ന് സന്തോഷിക്കാൻ വരട്ടെ. ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ അമ്മേ? നീ പറഞ്ഞതൊക്കെ കേട്ടിട്ട് അങ്ങനെയൊക്കെ സംഭവിച്ച് കാണാൻ അമ്മയ്ക്കും ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മളെ പ്രതീക്ഷിച്ച പോലെ എല്ലാ കാര്യങ്ങളും. അതെ, നീ വിഷമിക്കാതെ മോനെ. പ്രതാപനോട് അവൻ കാണിച്ച വിശ്വാസവഞ്ചന പ്രതാപൻ ക്ഷമിച്ചു തുടങ്ങിയതേ നമുക്ക് ഉപകാരമാവും.